പെരിയ കേസ് വിചാരണ കോടതി ജഡ്ജിയുടെ സ്ഥലം മാറ്റത്തിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ. സ്ഥലം മാറ്റം വിചാരണ പൂർത്തിയാക്കുന്നത് വൈകിപ്പിക്കുമെന്ന് മാതാപിതാക്കൾ. ഇത് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് വിരുദ്ധമെന്നും മാതാപിതാക്കൾ ആരോപിക്കുന്നു. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിവരങ്ങൾ. രോഹിണി, പെരിയ കേസിന്റെ വിചാരണ കോടതി ജഡ്ജിയായ കെ കമനീസിനെ തൃശൂരിലെ അതിവേഗ കോടതിയുടെ ജഡ്ജിയായിട്ട് സ്ഥലം മാറ്റിയിരുന്നു. സ്ഥലമാറ്റ ഉത്തരവിലൂടെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നടപടി. ഇതിനെതിരെയാണ് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾ നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സ്ഥലം മാറ്റം വിചാരണ പൂർത്തിയാക്കുന്നത് വൈകിപ്പിക്കും. നിലവിൽ തന്നെ 14 മാസത്തിലേറെയായി വിസ്താരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിസ്താരം നടത്തിയത് നിലവിൽ കെ കമനീസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ജഡ്ജി വീണ്ടും വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിധി പറയുന്നത് വൈകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ഇത് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ വിചാരണ പൂർത്തിയായി ഈ കേസിൽ വിധി വരും വരെ സ്ഥലം മാറ്റം നീട്ടിവെക്കണമെന്നുള്ളതാണ് ഹർജിയിൽ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. നിലവിലെ ജഡ്ജിയെ വിചാരണ പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്നും ഇവർ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് CBI ഹൈക്കോടതി മുൻപാകെ അപേക്ഷ സമർപ്പിക്കുകയും ഹൈക്കോടതി ഇക്കാര്യത്തിൽ രജിസ്ട്രാറോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2019 ഫെബ്രുവരിയിലായിരുന്നു കൃപേഷും ശരത് ലാലും CPM കൊലയാളികളാൽ കൊല്ലപ്പെട്ടത്. ഈ കേസിന്റെ വിചാരണ കഴിഞ്ഞ വർഷമാണ് ആരംഭിച്ചത്. ഏകദേശം 14 മാസത്തിലധികമായിട്ട് കമനീസ് ആണ് ഈ വിചാരണ നടപടികൾ കേട്ടുകൊണ്ടിരുന്നത്. പുതിയ ജഡ്ജി വരുമ്പോഴത്തേക്കും വീണ്ടും നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഈ കേസിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് പഠിക്കേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിൽ വിധി വൈകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് CBIയും അതോടൊപ്പം തന്നെ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കളും ഉന്നയിക്കുന്ന ഒരു വാദം. എന്തായാലും ഹർജി ഹൈക്കോടതി അടുത്ത ദിവസമായിരിക്കും പരിഗണിക്കുക.